എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് പുനലൂർ ഹെറിറ്റേജ് ബ്രിഡ്ജിൻ്റെ മുന്നിലാണ്, തൂക്കുപാലത്തിൻ്റെ മുന്നിലാണ്. ഇത് മറ്റൊരു യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പിനാക്കിൾ വ്യൂവിൻ്റെ വീഡിയോ. അവിടെ നിന്നാണ് ഈ യാത്രയിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് ലഭിച്ചത്, ഞങ്ങളുടെ സുഹൃത്തായ അനീഷിൽ നിന്നും. ഏതായാലും രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരും കൂടി പുനലൂർ ജംഗ്ഷനിലുള്ള കേരള ഹോട്ടൽ കയറി നല്ല ചൂട് പൊറോട്ടയും തരക്കേടില്ലാത്ത ബീഫ് കറിയും കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ മാമ്പഴത്തറയിലേക്ക് യാത്ര തിരിച്ചു. അപ്പം മാമ്പഴത്തറയുടെ കാര്യം പറഞ്ഞത് അനീഷായിരുന്നു. കാരണം പിനാക്കിൾ വ്യൂവിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമ്പോൾ അവിടുന്ന് ഞങ്ങൾ അനീഷിൻ്റെ വീട്ടിലേക്കായിരുന്നു പോയത്. അവിടെ വെച്ചാണ് അനീഷ് പറഞ്ഞത് കാടിൻ്റെ നടുവിലൂടെ നമുക്ക് യാത്ര ചെയ്യാം, ധാരാളം കാട്ടാനയും കാട്ടുപോത്തും മാനുകളൊക്കെ ഉള്ള ഒരു കാടിൻ്റെ നടുവിലൂടെയുള്ളൊരു ബൈക്ക് റൈഡ്. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് പോയത് മാമ്പഴത്തറയിലേക്ക്. ഇരുവശങ്ങളിലും റബ്ബർ തോട്ടങ്ങളും, ഒരു വശത്ത് കാടും മറുവശത്ത് റബ്ബർ തോട്ടവും ഉള്ള റോഡിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച് നല്ല തിക്ക് വനം ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നേ ഉള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയുണ്ടായി. കാരണം അതിനപ്പുറത്തൊരു ഹോട്ട്സ്പോട്ട് ഉണ്ടായിരുന്നു, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്. അത് കാരണം അവിടെ നിന്ന വനപാലകർ ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. പകരം ബൈക്ക് അവിടെ വെച്ചിട്ട് നടന്നു പോകാനുള്ളൊരു പെർമിഷൻ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി കാടിനകത്തേക്ക്. അങ്ങനെ ഞങ്ങൾ കാടിനകത്തേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ബൈക്ക് റോയൽ എൻഫീൽഡും ഒരു പൾസർ 150യിലുമായിരുന്നു ഞങ്ങളെ യാത്ര. അപ്പോൾ ഞങ്ങൾ ബൈക്ക് അവിടെ വെച്ചിട്ട് കാടിനകത്തേക്ക് നടന്നുപോയി. പിനാക്കിൾ വ്യൂവിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മലനിരകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ മഞ്ഞ് മൂടിയ. അപ്പോൾ അതിൽ ഒരു മലനിരയുടെ ഭാഗമായിട്ടുള്ള കാടിനകത്തേക്കാണ് ഞങ്ങളിപ്പോൾ കയറിപ്പോകുന്നത്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും, കാട്ടുമൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നുപോയത്. അപ്പോൾ കയറുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന സെക്യൂരിറ്റി ഗാർഡ്, വനപാലകൻ ഞങ്ങളോട് പറഞ്ഞു അതിനുള്ളിലേക്ക് ശ്രദ്ധിച്ചു പോകണം. കാരണം കഴിഞ്ഞ ദിവസവും ധാരാളമായി ആനകൾ കൂട്ടമായി ഇറങ്ങി കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ച ഒരു പ്രദേശമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഉപദേശം നൽകി. ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്നുള്ള തിരിച്ച് മറുപടി നൽകിയിട്ട് ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് തിരിച്ച് വരാമെന്ന ഉറപ്പ് പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു. അപ്പോൾ വളരെ അത്ഭുതകരമായൊരു കാര്യം, പ്രത്യേകമായൊരു കാര്യം എന്തെന്നാൽ നമ്മളുടെ കേരള വനപ്രദേശത്താണ് ആനകൾക്ക് വംശവർദ്ധനവ് ഉള്ള ഒരു സ്ഥലം. ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ധാരാളമായി കാണപ്പെടുന്ന വംശവർദ്ധനവുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ഇന്ത്യ മഹാരാജ്യത്ത് ഒന്ന് കേരളമാണ്, രണ്ടാമത് കർണാടകയും. മറ്റ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ ആനകൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ വംശനാശ ഭീഷണി നേരിടുമ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ ആനകൾക്ക് വംശവർദ്ധനമുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ യാത്രയിൽ ആനകളെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് നടന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് മുളകളുടെ നല്ല കൂട്ടമായിട്ട് മുളകൾ നിൽക്കുന്ന കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആനകൾ ഈ മുള ഇല കഴിക്കുന്നതിനും അതിന് ഭക്ഷ്യയോഗ്യമായ ധാരാളം സസ്യങ്ങളും ചെടികളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ ഒരു വനം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ മുളകൾ കൂട്ടി ഉരുമുന്ന ഒരു ശബ്ദമൊക്കെ ആ ഒരു വനത്തിൻ്റെ ഒരു വന്യതയുടെ ഫീലിംഗ് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ധാരാളം വ്യത്യസ്ത ങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങൾ, ഈട്ടി, അതുപോലെ തന്നെ ചന്ദനമരങ്ങൾ ഒറ്റയായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിച്ചു. പ്രത്യേക ഇനത്തിൽപ്പെട്ട ധാരാളം വൃക്ഷങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് ഈ കാടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതും. ഒരു കാടിൻ്റെ ഒരു വശ്യതയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തതും വളരെ മനോഹരമായ ഒരു അനുഭവമാണ് നമുക്ക് ഈ കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്ര നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കുന്നത്. എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. ഇല്ല, ഇതിനകത്തൂടെ കയറി പോയേക്കുന്നു കേട്ടോ. വഴിയുണ്ടൊന്ന് കയറിപ്പോയി നോക്കിയാലോ? ഇതിൻ്റെ മേലെ കൂടി കുറച്ചൊന്നുള്ളിൽ കയറിപ്പോയി നോക്കിയാലോ? ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഞങ്ങൾക്ക് ഏതായാലും ഇതുവരെ കാട്ടുമൃഗങ്ങളെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. പക്ഷേ കാടിൻ്റെ ഭംഗി
നല്ലപോലെ ആസ്വദിക്കാനും സാധിച്ചു. വൃക്ഷങ്ങളുടെയും കിളികളുടെയും ഒക്കെ നല്ല കളകളാരവ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ കാടിൻ്റെ നടുവിലൂടെ കുറേ നേരം സഞ്ചരിച്ചു. പക്ഷേ ആനയെ കണ്ടില്ലെങ്കിൽ പോലും ആന സഞ്ചരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾക്ക് തൊട്ടുമുന്നിൽ കാണാൻ സാധിച്ചു. തൊട്ടുമുന്നേ എപ്പോഴോ റോഡ് മുറിച്ച് കടന്നുപോയ കാട്ടാനക്കൂട്ടങ്ങൾ ചവിട്ടിമെതിച്ച കാട്ടുപോച്ചയും അതുപോലെ തന്നെ അതിൻ്റെ പാടുകളുമൊക്കെ തന്നെ ധാരാളമായി കാണാൻ സാധിച്ചു. ഏതായാലും വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര ഞങ്ങൾക്ക് നൽകിയത്. ശരിക്കും നമ്മൾ കാട്ടിനകത്തേക്ക് ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇപ്പം ഏകദേശം നടന്നിട്ടുണ്ട്. നടന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത്ര മനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ സാധിച്ചത്. ഇത് ഏകദേശം കാടിനകത്തായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പിനാക്കിൾ വ്യൂവിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്ന കാരണം അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന മലനിരകളൊക്കെ തന്നെ ഈ കാണുന്ന മലനിരകളാണ്. നമ്മൾ ഈ കാണുന്ന മലനിരകളുടെ മുകളിൽ മഞ്ഞ് മൂടിയതായിട്ട് കാണുമ്പോഴാണ് പിനാക്കിൾ വ്യൂവിൻ്റെ ഭംഗി വർദ്ധിക്കുന്നത്. അപ്പോൾ അതിലും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഈ മറ്റൊരു മലയുടെ ഏകദേശം അടിവാരത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണിത്. ഇത് കാടാണ്. കാടിൻ്റെ നടുവിലൂടെ ഉള്ളൊരു കാട്ടുപാതയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു മനോഹരമായ കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ച അതൊക്കെ തന്നെ കാട് തന്നെയാണ് ആ കാണുന്നത്. ധാരാളം ആനയും അതുപോലെ തന്നെ സിംഹമില്ല, പുലിയും കടുവയും ഒക്കെ തന്നെയുള്ള വന്യമൃഗങ്ങളാൽ പ്രത്യേകിച്ച് ആന പോലെയുള്ള കാട്ടാന പോലെയുള്ള, കാരണം ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ആനകൾ ഉള്ള ഒരു കാട്ട് പ്രദേശം അല്ലെങ്കിൽ വനപ്രദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ കേരളത്തിൻ്റെ വനാതിർത്തികൾക്കുള്ളിൽ തന്നെയാണ്. ഈ അടുത്തിടെ നടന്ന പഠനം, കാരണം 2 ദിവസം മുന്നെയാണ് എലിഫൻറ്റ് ഡേ. ആ എലിഫൻറ്റ് ഡേയിലുള്ളൊരു ഫീച്ചറിൽ സൂചിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ആനകളുടെ നിരക്ക്, ജനന നിരക്ക് ഉയർന്ന ഒരു വനപ്രദേശം കൂടിയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന വനപ്രദേശം. ഇവിടെയൊക്കെ തന്നെ ആനയുടെ സാന്നിധ്യമുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 11-12 മണി സമയമാണ്, ഉച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ ആനയുടെ ശല്യം ഉണ്ടാവില്ല എന്ന ഒരു ധൈര്യത്തിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എന്നാലും ആന നേരത്തെ പാസ് ചെയ്തതിൻ്റെ പാടുകളും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുമുണ്ട്.
ശരിക്കും നല്ലൊരു ട്രക്കിങ്ങിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അത്രത്തോളം റിസ്ക്കോ അല്ലെങ്കിൽ അത്രത്തോളം ഡേഞ്ചറായിട്ടുള്ള ഏരിയയോ നമുക്ക് കവർ ചെയ്യേണ്ട ആവശ്യവുമില്ല ഈ റോഡിലൂടെ പാസ് ചെയ്താൽ. കാരണം ഇത് കാടിന് നടുവിലൂടെയുള്ള ചെറിയൊരു പാതയായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം തീരെ കുറവാണ്. എന്നാൽ നമുക്ക് ആവശ്യത്തോളം കാടിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത. കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ളൊരു നല്ലൊരു പ്രദേശം, അത് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ പ്രദേശമാണ്. അതിൻ്റെ പെർമിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.